ടുഡേ മീഡിയയിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷാനുഗ്രഹമാണ് കേൾക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും നമ്മളൊരു പ്രത്യേക വിഷയമായി വന്നിരിക്കുകയാണ്. ഓക്കെ ബ്രദറെ, ഇന്നെന്തോ വലിയൊരു പരാതി. ഇതൊരു പരാതി തന്നെയാണ്. കാരണം പാസ്റ്റർ കണ്ടായിരുന്നോന്ന് അറിയത്തില്ല. ഒരു പാസ്റ്റർ, അതായത് 42 വർഷമായിട്ട് ശുശ്രൂഷയിലുണ്ടായിരുന്ന ഒരാള് ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അത് കണ്ടായിരുന്നോ? ബ്രദറെ കണ്ടു. അതിശക്തമായ ഹൃദയത്തിന്റെ വേദനയും. ഞാനും അതെ പറയുന്നത്. അദ്ദേഹം 42 വർഷം ശുശ്രൂഷ ചെയ്തിട്ട് അദ്ദേഹം ഇന്ന് പറയുന്നത് ഇത് മുഴുവൻ കള്ളമാണെന്നുള്ള രീതിയിൽ. ഈ മാർഗത്തിൽ പ്രശ്നങ്ങളുണ്ട്, ഇല്ല ക്രമക്കേടുകളുണ്ട്, അതൊന്നും അല്ലേ പറയുന്നത്. അദ്ദേഹം അന്യഭാഷ പറയുന്ന ആ സിലബിൾസ് സംസാരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറയാണ് ഇത് മുഴുവൻ കള്ളമാണ്, കളിപ്പീരാണ് എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് ഇദ്ദേഹം ഈ മാർഗത്തിൽ വന്നത് ഭയങ്കര തെറ്റായിപ്പോയി, ഇതെല്ലാം കള്ളത്തരവാ, മൊത്തം ആക്ഷേപം പറയുന്നത്. ബ്രദറെ, ഈ ഒരു കുടിവരവിലേക്ക് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ ഞാൻ ചിന്തിച്ചു, എനിക്ക് ഈ ടോപ്പിക് ഒന്ന് സംസാരിക്കണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം. അത് തന്നെ ബ്രദർ ഇപ്പോൾ ചോദിച്ചത്. ഈ 42 വർഷമായി ദൈവവേലയിലായിരിക്കുന്നു. ചെറിയൊരു കാലയളവല്ല, ആണോ? 42 ഞാനായിട്ട് ഒരു 25 വർഷമായിട്ടുള്ളൂ. ഞാൻ ഈ 42 വർഷക്കാലത്തെ കാലയളവിൽ ഒരു ദൈവദാസന, ഒരു വിശ്വാസിയല്ല. നമുക്കറിയാം, പെന്തക്കോസ്ത് വിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ മാളിക മുറിയിൽ അന്യഭാഷ അടയാളത്തോട് തുടങ്ങിയ ഒരു കാര്യം. പൗലോസ് അതിനെ ഒത്തിരി വിവരിക്കുന്നുണ്ട്. ഞാൻ അന്യഭാഷയുടെ മുഴുവനായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട്. കാരണം ഞാൻ പൗലോസ് പറയുന്ന പോലെ നിങ്ങളെക്കാളെല്ലാം അധികമായി ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവർ, ദൈവത്തെ സ്തുതിക്കുന്നവർ. ഞാൻ അന്യഭാഷയെ കൂടുതൽ മണിക്കൂർ എൻ്റെ മിനിസ്ട്രി വിടുതലിൻ്റെ ആയതുകൊണ്ട് അന്യഭാഷയിൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനാണ്. എൻ്റെ ഹൃദയത്തെ കുത്തിമുറിക്കുന്ന പോലൊരു സംഭവമാണ് ഈ ദൈവദാസൻ എന്നുണ്ടായത്. ഇദ്ദേഹം 4-5 കംപ്ലൈന്റുകൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് അന്യഭാഷാ വിഷയം. പിന്നെ പലരും ബൈബിൾ കോളേജ് എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് അങ്ങനെ പലരെ പഠിപ്പിക്കാന്ന് പറഞ്ഞ് വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന അങ്ങനെ ഒരു വിഷയം പറഞ്ഞു. വിദേശങ്ങളിൽ പാസ്റ്റേഴ്സിനെ നിയമിക്കുന്ന പല സഭകളിൽ അതേക്കുറിച്ച് നമ്മുടെ ഹല്ലേലൂയ ചാനലിന് അതേക്കുറിച്ച് കുറച്ച് വിവരണം അതേക്കുറിച്ച് കൊടുത്തു. എനിക്കതൊന്നുമല്ല വിഷയം. ഈ അന്യഭാഷാ കാര്യങ്ങളിൽ ദൈവത്തെ അറിയാത്ത ഒരു സാധാരണ മനുഷ്യൻ പോലും ചെയ്യാത്ത ഒരു പാതകമാണ് അദ്ദേഹം ചെയ്തത്. അതായത് പരിശുദ്ധാത്മാവിന്റെ അടയാളം തന്നെ അന്യഭാഷ. അതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം ജനം, ഇല്ലേ? നമുക്കത് പറയേണ്ട കാര്യമില്ല. പക്ഷെ അത് ഒരു പരസ്യമായി ഇല്ല. അദ്ദേഹം ഇത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്നല്ല സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ആക്ഷേപം പറയുന്നവർ ഒരുപാട് പേര്. അത് ഓക്കെ, അവർ പറയുന്നു. അത് അവരുടെ കാരണം അങ്ങനെ കള്ളനാണയം ഉണ്ട്, കള്ള സഹോദരന്മാരല്ലേ? ഇത് അതല്ല പറയുന്നത്. ഇതിനെ നിഷേധിക്കോ. ഒരു പെന്തക്കോസിലെ പാസ്റ്റർ, ഈ ഒരു പാസ്റ്റർ എന്ന നാമധേയമുള്ള ഒരാള് നമ്മുടെ രീതിയിൽ പറഞ്ഞ കളിയാക്കി പരിഹസിച്ച് തന്റെ നാവിലൂടെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, ഒരു ദൈവദാസൻ ശുശ്രൂഷിക്കും നമുക്ക് അറിയാമല്ലോ. അറിഞ്ഞോ അറിയാതെയാണ് ഒരു അന്യഭാഷയുടെ വാക്ക് അവർക്ക് വരത്തില്ലയോ. ഇദ്ദേഹം പറഞ്ഞു അത് മറുഭാഷ എന്ന് പറയുമ്പോൾ അന്യഭാഷയിൽ അവർ സംസാരിച്ചത് മാത്രമാണ്. പിന്നെന്തിനാ പൗലോസ് പറഞ്ഞത് ആത്മീയ വർധന വരുന്നത്? പൗലോസ് പറഞ്ഞു എന്തുകൊണ്ടാണ് ദൈവത്തോട് സംസാരിക്കുന്നത്? ആത്മീയ വർധന വരുന്നു, ദൈവത്തോടാ സംസാരിക്കുന്നത്. അതിന്റെ വ്യാഖ്യാനം എന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അന്യഭാഷ വിമർശിക്കുന്ന ഒരു വിഭാഗമാണ് ബ്രദറൻ സഹോദരൻ. അവര് പക്ഷെ പറയുമ്പോഴും ഇതിനെ കളിയാക്കിക്കൊണ്ടല്ല അവര് നിന്ന് പോയെന്നേ പറയുന്നുള്ളൂ. ആശയമാണ് പറയുന്നത്. അനന്യാസ് അവരോട് നിങ്ങൾ മനുഷ്യരോടല്ല, ദൈവത്തോട് ചെയ്യുന്ന പാപം ഭയങ്കരമാണ്. ഏലിയോട് പരിശുദ്ധാത്മാവിനെ ഓർപ്പെടുന്നു. ഏലിയോട് ശമൂവേൽ ആത്മാവിൽ ദൈവശബ്ദം കേട്ട് പറയുന്നില്ലയോ? ദൈവത്തോടാ. യേശു തന്നെ പറയുന്നുണ്ട് മനുഷ്യപുത്രനോട് ചെയ്യുന്നത് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം ഒരിക്കലും ക്ഷമിക്കത്തില്ല. അപ്പൊ അദ്ദേഹം ജയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പരാജയം വന്നു. അദ്ദേഹം പറഞ്ഞ അതുകൂടെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പരാജയം വന്ന കാര്യം സാമ്പത്തികത്തിന്റെ കാര്യത്തിന് പേര് പൈസ ഉണ്ടാക്കുന്നു. അദ്ദേഹത്തിനൊന്നും അദ്ദേഹം എല്ലാം നൽകിയത് അത് തന്നെ വെറുപ്പില്ലയോ? ഞാൻ എല്ലാം കൊടുത്തു. മാർത്ത പറയുന്ന പോലെ എന്നെ ഒന്ന് സഹായിക്കാൻ അവളെ വിട്, ഞാൻ അങ്ങ് ജോലിയിൽ അങ്ങ് കുടുങ്ങിപ്പോയി. കർത്താവിന്റെ മുമ്പിൽ ഒത്തിരി കാര്യം കർത്താവ് പറഞ്ഞ ഒന്നും പറയണ്ട, അവള് നല്ല അംശം തെരഞ്ഞെടുത്തു. ഇദ്ദേഹം ചെയ്തെങ്കിൽ രഹസ്യമായിട്ട് ചെയ്ത് അതിന് പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടും. മറ്റവര് ചെയ്തെങ്കിൽ അവർക്കല്ലേ അതിന് ശിക്ഷ വരുന്നത്. നമ്മൾ ഒരു ചർച്ചയ്ക്കകത്ത് തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഈ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുന്ന അതൊന്നും നഷ്ടമല്ല. ബ്രദറെ, പത്രോസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങൾക്ക് എന്നാ കിട്ടും? യേശു എന്താ പറഞ്ഞു? നിനക്ക് സ്വർഗത്തെ മാത്രം കിട്ടുമെന്നല്ല, എന്റെ നിമിത്തം അപ്പനെയോ അമ്മയോ നിലങ്ങളെയോ വസ്തുക്കളോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ വിത്ത് പെർസിക്യൂഷൻ, ഉപദ്രവങ്ങളോടാണേലും ഇത് കിട്ടുമെന്നില്ലേ പറഞ്ഞേക്കുന്നത്. ഒരു കല്യാണത്തിന് വിളിക്കുന്ന ഒരാള്, ഒരു സമ്പന്നനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാധാരണക്കാർ വിളിക്കുമ്പോൾ അവര് നമ്മൾ പോയി അറ്റൻഡ് ചെയ്യുക മാത്രമല്ല, അവിടെയുള്ള ഭക്ഷണം കഴിക്കണമെന്നോട് ആണല്ലോ. അപ്പോൾ ആ ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരാൾ അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ എനിക്ക് തിരക്കുണ്ട്, ഞാൻ പോവാന്ന് പറഞ്ഞ് പോകാം അവർക്ക്. പക്ഷെ ആ ഭക്ഷണം അവിടെ ഉണ്ട്. അപ്പൊ യേശുവിന്റെ രക്ഷയ്ക്കകത്ത് കരുതലും ദൈവിക നന്മകളും ഉണ്ട്. ഞാൻ എൻ്റെ അളവ് പറഞ്ഞായിരുന്നല്ലോ. ഒരിക്കലും പറഞ്ഞു കേൾക്കണം, ഒരു കപ്പലിൽ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ ഡിന്നറിന്റെ സമയവും ലഞ്ചിന്റെ ടൈമും ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലൊക്കെ ആൾക്കാർ അടിപൊളി ഫുഡ് കഴിക്കുക. ഈ അടിപൊളി ഫുഡ് കഴിക്കുമ്പോൾ ഈ മനുഷ്യൻ ഉണക്കറോട്ടി കഴിക്കുക.
അപ്പൊ ഇദ്ദേഹത്തിനൊരു സംശയം, കപ്പൽ തുറമുഖത്ത് എത്തുന്നതിന് മുമ്പ് ചോദിച്ചു, നിങ്ങളൊക്കെ വലിയ സമ്മാനരായില്ലയോ എന്ന് ചോദിച്ചു. ഉടനെ മറ്റേ ആൾ ചോദിച്ചു, അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചാലും നിങ്ങളൊക്കെ നല്ല ഫുഡ് കഴിക്കും. അല്ല, ഞാനിങ്ങനെ നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടാണോ കയറിയെന്ന് ചോദിച്ചു. ആ ടിക്കറ്റിനകത്ത് എന്തോ ഉണ്ടായിരുന്നു. ഞാൻ ഫ്ലൈറ്റിൽ ഒത്തിരി യാത്ര ചെയ്ത മനുഷ്യന് ഒരിക്കലും എയർ ഹോസ്റ്റേഴ്സ് ഫുഡ് കൊണ്ടുവരുമ്പോൾ ഇതിന് പേ ഔട്ട് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. മനസ്സിലായി, എനിക്കറിയാം ടിക്കറ്റിനകത്തുണ്ട്, അല്ലെ അവർ സെർവ് ചെയ്യത്തില്ല. ഇത് അനുഭവിക്കാതെ മുമ്പേ പറഞ്ഞ പോലെ നീ എനിക്ക് ചങ്ങാതികളോട് ആനന്ദിക്കാൻ ആട്ടിൻകുട്ടിയെ പോലും തന്നില്ല. ഇന്ന് 42 കൊല്ലവും ഈ ഹൃദയം നല്ലതല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ തെറ്റ് തിരുത്തുക എന്നോ അല്ല ഇത് പറയുക എന്ന് പറഞ്ഞൊരു ആശയം പറയുന്നല്ലോ. ഇപ്പം എന്റെ ഭാഗത്തൊരു തെറ്റുണ്ട്, പക്ഷെ അത് തിരുത്താൻ എന്തോ ആയിരിക്കും ചെയ്യാൻ സാധ്യത എന്നോട് പറയാം. അതല്ലാതെ ഞാൻ ഇപ്പൊ നിങ്ങളിൽ ഒരു തെറ്റ് കണ്ടാൽ എനിക്ക് പരസ്യമായിട്ട് കണ്ടോ ഇന്ന ഒരാൾ ജാക്സൺ ബ്രദർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, എനിക്ക് വേണത് കൊടുക്കാം. പക്ഷേ എനിക്ക് സ്നേഹമുണ്ട്, പേഴ്സണൽ തിരുത്താം. ഇങ്ങനെ ഒരു കാര്യം കേട്ടോ, തിരുത്തൽ ആവശ്യമെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യാമായിരുന്നു. തിരുത്തൽ ആവശ്യമെങ്കിൽ എന്നെ നേരിട്ട് തീർച്ചയായും ഇത് പരസ്യമായി ഒരു വ്യക്തിയല്ല. പെന്തിക്കോസ് പ്രസ്ഥാനത്തിലെ അന്യഭാഷ സാത്താനാണ് ഒരു ദൈവദാസനെ, ഒരു ദൈവം അഭിഷേകം ചെയ്തവരെ കുറ്റപ്പെടുത്താൻ അനുവാദമില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഈ ദാവീദിന്റെ ഏറ്റവും വലിയ വിജയം എന്താ പറയുക? ദൈവം പറഞ്ഞ ഹൃദയപ്രകാരമുള്ള ദാവീദ്. എന്താ കാണുന്നത്? ദാവീദിന്റെ ആ വിഷയം പറയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഒരു അവകാശപ്പെടുന്നത് സ്വയമേ അവർ നാഥാം പ്രവാചകനാണെന്നാണ് അവകാശപ്പെടുന്നത്. കാരണം ഞങ്ങൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, അതവിടെ നിൽക്കട്ടെ, ഈ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോ അദ്ദേഹം എന്താ ചെയ്ത്? നാഥാൻ സോഷ്യൽ മീഡിയയിലൂടെ ആയിരുന്നു. നാഥാൻ പരസ്യം കൊടുക്കുമായിരുന്നു, പരസ്യമായിട്ട് വിളംബരം ചെയ്യുമായിരുന്നു. ഇൻഡിവിജ്വൽ ആയിരുന്നല്ലോ, വന്നാത്ത പേഴ്സണലിലുള്ള കോൺവെർസേഷൻ ആണ്. ഞാൻ മുമ്പ് പറഞ്ഞ് ഇപ്പൊ എന്റെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നാണ് ഉദ്ദേശം. ബ്രദറെ, ഏറ്റവും ഞാൻ പറഞ്ഞോട്ടെ, ദാവീദിന്റെ വിജയം അഭിഷിക്തന്റെ ശൗല് ദുരാത്മാവ് ബാധിച്ച് നടക്കുമ്പോൾ പോലും അവന്റെ വസ്ത്രത്തിന്റെ അഗ്രം മുറിച്ചിട്ട് പിന്നത്തേൽ അനുദവിച്ചെന്നാ പറയുന്നത്. ആണല്ലോ, ദൈവം അവനെ കൈകാര്യം ചെയ്തു. പക്ഷെ അഭിഷിക്തനെ തുടരുത്. ഇങ്ങനെ വേദപുസ്തകവും പഠിച്ച പഴയ നിയമങ്ങളും പുതിയ നിയമങ്ങളും 42 വർഷം അത് പറഞ്ഞ മനുഷ്യൻ പച്ചയായി ഞാൻ ചിന്തിക്കായിരുന്നു, ഒരിക്കലും ഉണ്ടല്ലോ അദ്ദേഹം ഇതിന് പരസ്യമായി ഇതിന് മാപ്പ് പറയേണ്ടിയിരിക്കുന്നു. അന്യഭാഷ എന്ന് പറയുന്നത് ഞാൻ മണിക്കൂറുകൾ, ചില സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവിനെ 3, 4, 5 മണിക്കൂർ നയിക്കും ബ്രദറെ, പ്രത്യേകിച്ച് ഫാസ്റ്റിംഗ് ടൈം. കാരണം ആദ്യം കിട്ടുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യന് കിട്ടുന്ന ഒരു ബലം, മനസ്സിലായോ? നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങൾക്ക് അബലമായ ഒരു ഭാഷയെ ഈ 42 വർഷം നിന്ന ദൈവം താങ്കൾ ഇപ്പോഴും പത്രോസിന്റെ പാപം ക്ഷമിച്ച പോലെ ക്ഷമിക്കും. ഇത് ചെറിയൊരു കാര്യമല്ലത് പറഞ്ഞു, മനസ്സിലായി പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങോട്ടങ്ങ് പോയായിരുന്ന ആളായിരുന്നു, എന്തുവാ ഇവിടുന്ന് അങ്ങ് മാറിയ. ഇപ്പൊ എന്തോ ഇദ്ദേഹത്തിന് സംഭവിച്ചെന്ന് ഞാൻ പറയും. ഇദ്ദേഹത്തിന് കയ്പായി പോയി. ഇദ്ദേഹത്തിന് ദൈവീയ നന്മ, നമ്മൾ കപ്പലെ കയറിയ ആള് ഉണക്കറോട്ടി തിന്ന പോലെ ഈ ലഭിച്ചില്ല എന്ന് പറഞ്ഞ് പലരും പറയുന്നുണ്ടല്ലോ. അത് അവരവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നോക്കിയിട്ട് കിട്ടാതെ വരുന്ന നമ്മുടെ കുറുക്കന്റെ മുന്തിരി പോലെ തന്നെ ലഭിക്കാത്തത് കൊണ്ട് തന്നെ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഒരു ദൈവാസനെ ഒത്തിരി ദൈവം ഉപയോഗിക്കുന്നു, എനിക്കതിനകത്ത് അസൂയയില്ല. അയാളെ സമ്പന്നനാക്കി, അയാളെ തരുത്. കാരണം എനിക്കറിയാം, ഇപ്പൊ തന്നെ എനിക്ക് ഫോൺ കോൾ വരുന്ന അനവധി ദൈവാസന്മാരുണ്ട്. എന്താണെന്നറിയോ? എന്നെ വിളിക്കുന്നൊരു പറയണം, അച്ഛ അല്ലെ പറയും, പക്ഷേ വളരെ ഫൈനാൻഷ്യൽ ടൈറ്റ് ആകട്ടോ. ഞാൻ പച്ചയ്ക്ക് ഞാൻ പറയും, നിങ്ങൾ സേവിക്കുന്ന ദൈവം തന്നെ. ഞാൻ ഒരു ദൈവാസനോട് ഞാൻ ചോദിക്കത്തില്ല, നിങ്ങൾക്ക് എടുക്കാം. ഞാൻ റേഷൻ കാർഡിന്റെ ഞാൻ പറഞ്ഞില്ല, അവിടെ ചെല്ലുമ്പോൾ സർക്കാർ കൊടുക്കുന്ന പറഞ്ഞ പോലെ ദൈവിക നന്മകളുണ്ട്. അദ്ദേഹം ഈ കയ്പും കുന്നായ്മയും സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചു കാണും. അദ്ദേഹം അതൊക്കെ ലഭിക്കാത്തത് കൊണ്ടാണ്. ഇപ്പം സാമ്പത്തികമായി ലഭിച്ചു അല്ലെ, ഇതൊന്നും പരാതി പറയേണ്ട ഒരു കാര്യമില്ല. ഇപ്പം ബൈബിളില് ഇപ്പൊ എബ്രായർക്കല്ലേ വിശ്വാസ വീരന്മാരുടെ കാര്യം പറയുമ്പോ ചിലര് തീയുടെ ബലത്തെ കെടുത്തി, അങ്ങനെ ഒരു വീര്യപ്രവർത്തി പോലെ പറയുന്നു. ചിലര് അധികം ശ്രേഷ്ഠമായത് സ്വീകരിക്കാൻ വേണ്ടി അവർ ആ മരണം ഏറ്റെടുത്തു. മരിച്ചവർക്ക് വിധവമാർക്ക് ചിലർ അവരുടെ ഭർത്താക്കന്മാരെ തെരഞ്ഞെടുത്തു. ചിലർ പറഞ്ഞത് വേണ്ട, ആർക്കും എല്ലാം തെരഞ്ഞെടുക്കാം. ചിലര് പറഞ്ഞു മരിച്ചവരെ ഉയർപ്പിച്ചെടുത്തു. ചിലര് പറഞ്ഞത് വേണ്ട, ഞങ്ങൾക്ക് നല്ലൊരു ഉദാഹരണം മതി എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ലോകത്തിന്റെ കണ്ണിൽ നോക്കുമ്പോൾ ചിലത് നേട്ടമായിട്ട് തോന്നാം, ചിലത് നേട്ടമല്ല എന്ന് തോന്നാം. പക്ഷെങ്കിൽ ദൈവസന്നിധിയിൽ ഇത് രണ്ടും ശ്രേഷ്ഠം തന്നെയല്ലേ? ബ്രദറെ, ഞാൻ ചോദിക്കുന്ന, ഒരു വീട്ടിൽ ചെന്നേച്ച് വീട് തോറും കയറി ഇറങ്ങി വീട്ടുതോറുമുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞു ഈ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു സുവിശേഷം പറയുന്നുണ്ട്. എനിക്കറിയാം, എന്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ വിശ്വാസി വരുന്നതിന് മുമ്പ് പലരും വീടുകളിൽ വരും, അവർ പ്രാർത്ഥിക്കും, എന്തെങ്കിലും പൈസ കൊടുക്കും. ദൈവത്തിന്റെ പദ്ധതി അല്ലിത്. നിങ്ങൾ ദാരിദ്ര്യം പറഞ്ഞിട്ട് അങ്ങനെ നടക്കേണ്ട കാര്യങ്ങൾ ദൈവം കരുതിയിട്ടുണ്ട്, ദൈവം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം എന്തൊക്കെയോ ആഗ്രഹിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ഈ വിശ്വാസം, നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് പറയാം, ഈ വിശ്വാസ കോളങ്ങൾ എന്ത് മോശമെന്ന് പറഞ്ഞു പോകുന്ന പലരും ഉണ്ടല്ലോ. അവർക്ക് ഉദ്ദേശിച്ച ഗ്രിപ്പ് അവിടെ കിട്ടിയില്ല. ഇത് കിട്ടാതെ പോകുമ്പോൾ ഇതിനെ നോക്കി കുറ്റം പറയാം. കാരണം ഇത് ദൈവമാണ് ഒരാളെ ഒരു സ്ഥാനത്താക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം ഉയർത്തുന്നത് ഒരാളെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാനൊക്കെ അല്ലേ? ഈവൻ ഇപ്പൊ അതിനകത്ത് ഇന്നർ പൊളിറ്റിക്സിനകത്ത് മനുഷ്യനെ ഒരാളെ തള്ളിയെന്ന് വെച്ചു, എന്നാലും ദൈവം ഉയർത്തില്ലയോ? വചനം പറഞ്ഞില്ലയോ, ശൗലിനെ ഞാൻ തള്ളിയിരിക്കുന്ന പറയും ഇല്ലേ? അതിനെ തള്ളിയത് വേറെ ആരുമല്ലോ, ദൈവമല്ലേ.
അപ്പൊ അങ്ങനെ സ്ഥാനമാനം നിർത്തിയാലും സിംഹാസനത്തിരിക്കുന്നതിനെ ഇറക്കാനും കുപ്പയെ ഉയർത്തുന്നു ആര്? അല്ല, ഈ പ്രസ്ഥാനങ്ങൾ ഇതൊന്നും അല്ലല്ലോ, ദൈവവുമായിട്ടുള്ള ബന്ധവും ദൈവമല്ലേ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സത്യം അറിയാത്തതുകൊണ്ടാണ് ചിലപ്പോൾ ഒരാൾ പറയാം, ഞാൻ തീർച്ചയായിട്ടും പറയാം, ഇതിനകത്ത് കള്ള സഹോദരന്മാരുണ്ട്, ഇതിനകത്ത് ഫലമില്ലാത്ത വൃക്ഷങ്ങളുണ്ട്. വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം. ആദ്യകാലം മുതല് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വേദോസം പറയുന്നുണ്ട് അല്ലേ. ആട്ടുവേഷം കൊണ്ട് ചെന്നായ്ക്കട അല്ലേ, ചെന്നായ്ക്കട നടുവിലായിരിക്കും. അത് നിങ്ങൾ തെരഞ്ഞെടുത്തോണം. എല്ലാ നേതൃത്വ നിരകളിലും ഞാൻ ശരിക്കും പറയാം, ദൈവഭയമില്ലാത്ത ദൈവാസന്മാരുണ്ട്, കള്ളം പറയാൻ പഠിക്കാത്തവരുണ്ട്. ഒരിക്കലും ഒരു മകൻ എന്നോട് പറഞ്ഞത്, ശുശ്രൂഷയിൽ അദ്ദേഹം ഫോണോഗ്രാഫിക്ക് അടിമയായിരുന്നു, മനസ്സിലായോ? അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോ അദ്ദേഹം തീപ്പൊരി പ്രസംഗം പറയുന്ന ആളാണ്. അപ്പൊ പലരും പല കാര്യങ്ങൾ അഡിക്റ്റാ. ഒന്നല്ലേ വേറെ തരത്തിൽ എല്ലാവരിലും കുറവുണ്ട്, ഈ പറഞ്ഞ എന്നിലും കാണും കുറവുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ദേവദാസൻ ചെയ്തത് 1000 ലൈക്ക് അതിന് അദ്ദേഹത്തിന് കിട്ടിയാലും ഈ പിന്മാറിപ്പോയവരും പുറത്ത് നിൽക്കുന്നവരും മാത്രമേ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. നിങ്ങൾ അധിക്ഷേപിച്ചത് ദൈവനാമത്തെയാണ്, ദൈവത്തെയാണ് ദുഷിച്ചത്. 100% അന്യഭാഷ ആരാധന ഉണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ്, അത് ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. അതേക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ പറയുവല്ല, ഞാൻ തൊട്ട് പറയാൻ. നിങ്ങൾ അങ്ങനെ പൈശാചിക എന്ന് പറയുമ്പോൾ ക്ഷമ ചോദിക്കുക. ഒരു കഥയല്ലേ ഒരാൾ പറയാൻ, 2 വായും വാത്തലയുള്ളൊരു, എല്ലാവരും ശ്രദ്ധിച്ചോണം, ഇതെല്ലാം പൊതുസമൂഹത്തിന് 1000 പേര് കണ്ടാലും 5000 പേരുടെ പൊതുസമൂഹത്തിന് വേണ്ടിയുള്ളത്. ഒരു 2 വായത്തിലുള്ളൊരു വാളൊരിടത്തിരിക്കും. ഒരു ഇഴജാതി എന്നറിയാമല്ലോ, ഇതേ കടന്ന് ജയിക്കുവോ? രാവിലെ കണ്ട കാര്യം തുണ്ടം അടുത്ത് അവിടെ കിടക്കുക, വാൾ അതുപോലെ നിൽപ്പുണ്ട്. റോമർ 13 കാര്യം വെറുതെ അല്ല ദൈവദാസൻ വാള് വഹിക്കുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വാളകൾ വെട്ടണ്ട, അരയിൽ അവൻ വെറുതെ അല്ല. അപ്പൊ ദൈവനാമത്തിനെതിരെയോ ദൈവസഭയ്ക്കെതിരെയോ വ്യക്തി ജീവിതങ്ങൾക്കെതിരെയോ സംസാരിക്കുന്നതെല്ലാം അവരിന്നും കാണും. ഈ കുറ്റം പറഞ്ഞ ദിവാസന്മാർ നിങ്ങൾ 5 കൊല്ലം കൂടെ കഴിഞ്ഞു, 10 കൊല്ലം അവരാ ഫീൽഡിൽ ഇന്നും ഉണ്ട് അല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷേ അതിനും പറഞ്ഞല്ലോ, ദുഷ്ടൻ പച്ചിലവൃക്ഷം പോലെ വളരെ തഴയ്ക്കുന്ന കണ്ടു, പിന്നെ ചെന്നപ്പോൾ അവനെ കണ്ടില്ല. താഴ്മയോട് ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഈ ദൈവദാസന്മാരെ അധിക്ഷേപിക്കുന്നത് നിങ്ങൾ നിർത്തണം. നിങ്ങൾക്കോ നിങ്ങളുടെ തലമുറകൾക്കോ അത് നല്ലതല്ല എന്ന് പരിശുദ്ധാമർ. അതുപോലെ ആ ദൈവദാസൻ നിങ്ങളെ ചെയ്തത് ദൈവത്തോട് ക്ഷമ ചോദിക്കണം. അതുപോലെ നേതൃത്വങ്ങളോട് പറയുകയാണ്, ഇന്നും അദ്ദേഹം അവിടെ പിന്തുടരുന്നെങ്കിൽ താക്കീത് പറഞ്ഞ് അദ്ദേഹത്തെ ആ സ്ഥാനത്തുനിന്ന് മാറ്റണം. നടപടി 100% അദ്ദേഹത്തിനെതിരെ എടുത്തിരിക്കണം. ആ പേരിൽ അദ്ദേഹം ഇന്നും നിൽക്കുന്നെങ്കിൽ മാറിയെങ്കിൽ വിഷയമല്ല. പിന്നെ അതുകൊണ്ട് ഇത് ചെറിയ പാപമല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ രോഷമാണ്. അതുപോലെ ഇത് കേൾക്കുന്ന വിശ്വാസികൾ, ഇത് പ്രചരിപ്പിക്കുന്നവരോടും പറയുവാണ്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ തെറ്റുകൾക്ക് കൂട്ടു നിൽക്കരുത്. ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കിക്കോണം, എല്ലാവരെയും അധിക്ഷേപിച്ച് പറയല്ലേ. ദൈവത്തെ ഭയപ്പെട്ട് വേല ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട്, വിശ്വാസികൾ. ദൈവത്തെ ഭയപ്പെട്ട് ഒരു കള്ളം പോലും പറയാൻ ഭയപ്പെടുന്ന വിശ്വാസ സംഭവങ്ങളുണ്ട്. ദൈവത്തെ വിശ്വസ്തയോടെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകരുണ്ട്, വിശ്വാസികളുണ്ട്. അതിനകത്ത് കളകൾ വളരുന്നുണ്ടായിരിക്കും. കർത്താവിന്റെ കാലം വരെ അതെല്ലാം ഉണ്ട്. ചിലപ്പോൾ സ്ത്രീകൾ അങ്ങനെയുള്ള വിഷയങ്ങളിലുള്ള ദൈവദാസന്മാർ കാണാം. പക്ഷെ ഈ വിശുദ്ധിയിലും വേർപാടിലും ദൈവഭയത്തിലും നിത്യത കാത്ത് ഭയത്തോടെ ജീവിക്കുന്ന ഒരു കൂട്ടം ഉണ്ട്.